ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പൊ നാളെയാണ് നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച് സീസൺ 7ന്റെ. സീസൺ 7 ഗ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ബിഗ് ബോസ് ഹൗസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. കണ്ടസ്റ്റൻസിന്റെ ഓൾറെഡി പ്രഡിക്ഷൻസ് കൊടുത്തിരുന്നു. അപ്പൊ ഏകദേശം അതൊക്കെ തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നും ഇല്ല. കോമണർ ഒരാളെ ഉള്ളെന്നാണ് അറിയുന്നത്. രണ്ടാമതൊരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് കൂടി ഉണ്ടെന്ന് കേട്ടിരുന്നു, ബട്ട് ഒരു കൺഫർമേഷൻ ലഭിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട്. അപ്പം അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരു മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് അപ്ഡേറ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബിഗ് ബോസ് ഹൗസ് രണ്ടായിട്ട് തിരിച്ചിട്ടാണ് ഈ ഒരു സീസണിൽ ഗെയിം നടത്താൻ പോകുന്നതെന്നും തുടക്കം തന്നെ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ ഒരു സീസണിലെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. മൊത്തം കരുതാവയും പച്ചപ്പും ഒരു കാടിന്റെ ആംബിയൻസിലാണ് ബിഗ് ബോസ് ഹൗസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന്. ഇതൊക്കെ നമ്മൾ കേട്ട് അവിടുന്ന് കിട്ടുന്ന ഒരു ലഭിക്കുന്ന അറിവുകളൊക്കെ വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. എത്രത്തോളം ഇത് നേരിൽ വന്നു കഴിയുമ്പോൾ കറക്റ്റ് ആകുമെന്ന് അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഹൗസിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ മനസ്സിലായത് വെച്ച് നമ്മൾ ഗസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ മനസ്സിലാക്കുന്നത് ബിഗ് ബോസ് ഹിന്ദി സീസണിന്റെ ജംഗിൾ തീമും അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗവും നരകവും തീമും മലയാളത്തിലേക്ക് കോപ്പി അടിക്കുകയാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചിരുന്നു. ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. ഇപ്പൊ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു എന്ന് കേൾക്കുന്നതോടുകൂടി തമിഴ് ബിഗ് ബോസിന്റെ സീസൺ 8 കൂടി കോപ്പി അടിച്ച് മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണോ എന്നൊരു സംശയമുണ്ട്. അതായത് നമ്മുടെ തമിഴ് സീസൺ 8 ഗേൾസ് വേഴ്സസ് ബോയ്സ് എന്നൊരു തീമായിരുന്നു. എന്നിട്ട് ഒരു ഹൗസ് രണ്ടായിട്ട് പാർട്ടീഷൻ കൊടുത്തിട്ട് ഒരു സൈഡിൽ അത്യാവശ്യം കുറച്ച് ഫെസിലിറ്റികളും കാര്യങ്ങളും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും, മറ്റൊരു സൈഡിൽ കുറവായിരിക്കും. ആദ്യം കണ്ടസ്റ്റൻസ് വരുമ്പോൾ അവർക്ക് ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാം. അപ്പം ബോയ്സ് ഒരു സൈഡിലും ഗേൾസ് ഒരു സൈഡിലും അങ്ങനെ ഒരു തീമായിരുന്നു തമിഴ് ബിഗ് ബോസ് സീസൺ 8. സോ ആ ഒരു സീസണിന്റെ കുറച്ച് കൺസെപ്റ്റ് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഹിന്ദി സീസണിന്റെ കുറച്ച് പോർഷൻസും മിക്സ് ചെയ്തിട്ടാണോ മലയാളം ബിഗ് ബോസ് സീസൺ 7 കൊണ്ടുവരുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. മൊത്തം അറിഞ്ഞ കാര്യങ്ങൾ മൊത്തം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നില്ല, കാരണം നിങ്ങളൊക്കെ കാണാൻ ഇരിക്കുന്നവരാണ്. ആ ഒരു സസ്പെൻസ് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഞാനും ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കേൾക്കുന്നത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ്, രണ്ടായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് തിരിച്ചിട്ട് ഈ ഒരു ഷോ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സീസണിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിന്റെ കൂടെ വരുന്ന ഫാമിലി ഓർ ഫ്രണ്ട്സ് ഇവരോടൊപ്പം ഒരു ടാസ്ക് ഉണ്ടെന്നും ആ ഒരു ടാസ്കിൽ വിൻ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടുന്നതിനനുസരിച്ച് അത് കറക്റ്റായിട്ട് വിവരങ്ങൾ അറിയില്ല. അപ്പോൾ ആ ഒരു സെപ്പറേഷനിൽ രണ്ടായിട്ട് തിരിക്കുകയാണെന്നാണ് അറിയുന്നത്. ആ രണ്ടായിട്ട് തിരിച്ചിട്ടായിരിക്കും ഹൗസിനുള്ളിലേക്ക് കയറ്റി വിടുന്നത്. ചിലപ്പോൾ അങ്ങനെ രണ്ടായിട്ട് തിരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പോയിന്റ്സ് ഉള്ളവരെ ഒരു സൈഡിലും മറ്റവരെ വേറൊരു സൈഡിലും. അപ്പം ഈ പറയുന്നത് പോലെ ഹിന്ദി ബിഗ് ബോസ് സീസണിന്റെ സ്വർഗവും നരകവും എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇതിനകത്തേക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ, അതില്ലെങ്കിൽ അതൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പോർഷനിൽ കൂടുതൽ പോയിന്റ്സ് നേടിയവരെയും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കും അതുപോലെ തന്നെ നരകം എന്ന് പറയുന്നിടത്ത് കുറവ് പോയിന്റ്സ് നേടിയവരെയും കുറച്ച് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നിൽക്കുന്ന ഒരു സൈഡിലേക്കും ആയിരിക്കും വിടുന്നത്. അതല്ലെങ്കിൽ അതുമായിട്ടൊരു സാമ്യം വരുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ആയിരിക്കും മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഒരു സൈഡിൽ കൂടുതൽ ബെനിഫിറ്റ്സുകളും കാര്യങ്ങളും കുറച്ച് ലഷ്വറി സ്റ്റൈലൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിലേക്ക് നല്ല പോയിന്റ്സും കാര്യങ്ങളും ജയിച്ചു വന്നവരെയും അല്ലെങ്കിൽ കൂടുതൽ പോയിന്റ്സ് നേടാൻ പറ്റാത്തവരെ അല്ലെങ്കിൽ വിന്നാകാൻ സാധിക്കാത്തവരെ മറ്റൊരു സൈഡിലേക്ക് കുറച്ച് കഷ്ടപ്പാടും ദുരിതവും അല്ലെന്നുണ്ടെങ്കിൽ നോമിനേഷൻസ് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കൺസെപ്റ്റ് ആയിരിക്കണം കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. ജംഗിൾ തീമിന്റെ ആ ഒരു കാടിന്റെ ആംബിയൻസ് കൊണ്ടുവന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഒരു സംശയം വന്നത്, ജംഗിൾ തീം അതുപടി തന്നെ കോപ്പി അടിക്കുകയാണോ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കേട്ടു അപ്പം സ്വർഗവും നരകവും ആണെന്നുണ്ടെങ്കിലും ഒരു ഹൗസിനുള്ളിൽ 2 പാർട്ടീഷൻ പോസിബിൾ ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഗേൾസ് വേഴ്സസ് ബോയ്സ് എന്ന് പറയുന്ന 2 പാർട്ടീഷൻ, 2 സൈഡിലും പാർട്ടീഷൻ നടത്തിയിട്ടുള്ള ഒരു സെറ്റപ്പും കൂടി ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്ന് കംപ്ലീറ്റ്ലി ഹിന്ദി തമിഴ് കോപ്പിയടി ആണെന്നുണ്ടെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ 7ന്റെ കാര്യം ഒരു തീരുമാനമാകും. കാരണം ഇതെല്ലാം നമ്മുടെ തമിഴിലാണെന്നുണ്ടെങ്കിൽ പൊളിഞ്ഞുപോയ സംഭവങ്ങളാണ് മലയാളത്തിലോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ. അപ്പം കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആവണം നമ്മൾ പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും. അധികം പ്രതീക്ഷകളൊന്നും വേണ്ട, കാരണം കോപ്പിയടികൾ ഒരിക്കലും വിജയിക്കത്തില്ല. ഓൾറെഡി ഒരു സീസൺ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൽ ആ കൺസെപ്റ്റ് പൊളിഞ്ഞു പോയത് വീണ്ടും മറ്റൊരു ലാംഗ്വേജിലേക്ക് കൊണ്ടുവന്ന സീസൺ 6 ഓൾറെഡി പൊളിഞ്ഞതാണ്, നമ്മൾ എല്ലാവരും കണ്ടതാണ്. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണോ? എനിവേസ്
നോക്കാം ഇത് എങ്ങനെയാണ് എന്നുള്ളത്. എനിക്കിതുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളൊക്കെ കുറേശ്ശെ കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ ഒരു തീമും കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ. ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഹൗസ്, നല്ലൊരു ഹൗസ്, നമുക്ക് സ്വന്തമായിട്ട് മലയാളത്തിന് നല്ലൊരു ബിഗ് ഹൗസ്, അതിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും, കാടിന്റെ തീമോ ഏത് രീതിയിലുള്ള തീമോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ല, നല്ലൊരു ബിഗ് ഹൗസ് തന്നെ നമുക്ക് കിട്ടി, നല്ല കാര്യം തന്നെ. എന്നാൽ ആ ഒരു ഹൗസിനുള്ളിലേക്ക് പല ലാംഗ്വേജിലുള്ള അല്ലെങ്കിൽ ഓൾറെഡി നടന്നത് എടുത്ത് ആ ഒരു കൺസെപ്റ്റ് അതേപടി എടുത്ത് അതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിൽ കുറച്ച് ടഫായിട്ട് നടത്തി വിജയിച്ച സംഭവം മലയാളത്തിലേക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഈസി ടാസ്കുകൾ കൊണ്ടുവന്ന് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. എനിവേസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. നമ്മുടെ ഷോ ഡയറക്ടർ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ടീവ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കേൾക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. ആദ്യം തന്നെ ഈ പറയുന്നത് പോലെ കയറാൻ പോകുന്ന കണ്ടസ്റ്റൻസും അവരുടെ ഫാമിലി ഫ്രണ്ട്സ് ഇവരോടൊപ്പം നിന്ന് ടാസ്ക് ചെയ്ത് ടാസ്കിൽ വിന്നാവുന്നവരെ ഒരു സൈഡിലേക്കും, തോറ്റു പോകുന്നവരെ അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് മാത്രം നേടാൻ സാധിക്കുന്നവരെ ഒരു സൈഡിലേക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പം അത് വേറൊരു രീതിയിലാകാം. ടാസ്ക് ഉണ്ടെന്നാണ് അറിയുന്നത്. അത് 2 പാർട്ടീഷൻ ആയിട്ട് തിരിച്ചിട്ട് 2 സൈഡിലേക്കും കയറ്റി വിടുന്നു എന്നും കേൾക്കുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടാസ്കും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആങ്കർ ആയിട്ട് വരുന്നത് സീസൺ 5 റണ്ണറപ്പ് ആയിട്ടുള്ള റെനീഷയാണ്. അപ്പം ഇതൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും. ഓൾറെഡി ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ എൻട്രി ചെയ്യത്തുള്ളൂ. ഷൂട്ട് നടക്കുന്നതേ ഉള്ളൂ. ലാലേട്ടൻ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ഷൂട്ടും കാര്യങ്ങളും മൊത്തത്തിൽ മുടങ്ങിയിരിക്കുകയാണ്. ലാലേട്ടന്റെ ഷൂട്ടും കാര്യങ്ങളും നടന്നിട്ടില്ല. സോ ഈവനിങ് മിഡ് നൈറ്റിലൊക്കെ ആയിരിക്കും ഈ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരത്തേക്ക് എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എൻട്രി ചെയ്യത്തുള്ളൂ. സോ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.